അപ്പൊ ഞങ്ങൾ ഇതിനെ എന്താ പറയാ, ഇതിനെന്താ പറയാന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. വണ്ടി വാങ്ങിയപ്പോ തൊട്ടുമ്പോ പറച്ചിൽ തുടങ്ങി കേട്ടോ, മമ്പറത്ത് കോണം എന്നുള്ളത്. ഇത് വണ്ടി കാണിക്കാനാണോ ഉമ്മാക്ക് മമ്പറം കാണാനാണെന്നുള്ളത് അറിയില്ല. ഇത് പറയപ്പോ അവിടുന്ന് ഒരു ടോർച്ച് അടിക്കണേ. ഞങ്ങള് കലേഷിന്റെ വീട്ടിൽ പോവാണ്. പിന്നെ നോക്കാണെങ്കിൽ പുറത്തുനിന്ന് ആരുടെ സഹായം വേണ്ട, എന്റെ പ്ലേറ്റിന്റെ പതിനെ മതി. ആ മറിഞ്ഞ് നിൽക്കണക്ക് നന്നായി ചെറിയ ക്യാമറ പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പണി വരുന്നു, അപ്പൊ അതിനൊന്നും അറിയില്ലല്ലോ. അപ്പൊ പോണ വൈകിട്ടുണ്ടോ റിനുവിന്റെ വീട് വരുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ കയറിങ്ങാണ്ട് ഫുഡ് കഴിച്ചിട്ട് കിട്ടേണ്ടത് കിട്ടിയപ്പോ ഞങ്ങൾ ഇറങ്ങി പോകുന്നു. ഇത് ഞണ്ടാണേ, വീട്ടിൽ പോയി നമുക്ക് പാചകം ചെയ്ത് കഴിക്കണം. അങ്ങനെ പോകുന്ന വൈകി ഞങ്ങൾ നല്ലൊരു സ്പോട്ട് കണ്ടു. അവിടെ വണ്ടി നിർത്തിങ്ങാണ്ട് ഞങ്ങൾ ജസ്റ്റ് കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള സ്ഥലമാണ്. എന്താണ് സ്ഥലത്തിന്റെ പേര്, അത് എവിടെയാണ് ലൊക്കേഷൻ, ആ ഒരു സംഭവം ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ സംഭവം സെറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എത്തിയ ടൈം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു മഗ്‌രിബിന്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ. അപ്പൊ ഞങ്ങൾ ഇതിനെ എന്താ പറയാ, ഇതിനെന്താ പറയാന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. രസമുള്ള സ്ഥലമാണ് ഇത്. എന്താണ്, ഏതൊരു സ്ഥലത്തിന്റെ പേര് എന്താ പറയാന്നുള്ളതൊന്നും കറക്റ്റ്. ഇപ്പൊ കരുതിക്കാണ്ട് ഞാൻ കുറെ സമയം ക്യാമറയും പിടിച്ച് നിന്നിട്ടോ. പക്ഷെ ആള് വീണുണ്ടായില്ല. ഇനി ബാക്ക് പോയി തള്ളിയിട്ടാലോ എന്ന് ഞാൻ കരുതിയതാണ്. പിന്നെ ഞാൻ തന്നെ പെറുക്കണല്ലേ വിചാരിച്ചാണ്ട് വേണ്ടെന്ന്. അല്ലെങ്കിൽ എല്ലാ വീട്ടിലും പോയി കണ്ട് ചെടി വെക്കണം ഞാനാണ്. ഇപ്പൊ ഇത് ഒഴിഞ്ഞ് കിടക്കുമ്പോ പരിക്കാതെ പോരൂലല്ലോ. ഞങ്ങളിത് പൊക്കി കൊണ്ടുപോകുകയാണ്. ആരോടും ചോദിക്കാതെ ഞങ്ങൾ കൊണ്ടുപോകട്ടെ. പൊതു സ്വത്തായതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ. ഞാരിക്കലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വന്നോളൂ, വീട്ടിൽ ഞങ്ങൾ തരത്തി. ഇമ്മ വടിയെടുത്ത് ആട്ടുന്നത് വരെ ഞങ്ങൾ അവിടെ നിന്നിട്ടോ. അവസാനം മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മമ്പറത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊക്കെ മമ്പറം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഉള്ളിലോട് കിടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെയാണ്. പിന്നെ അമ്മാന്റെ വായിലിരിക്കുന്നത് ഞങ്ങൾ നാല് മാറി കേട്ടോണ്ടിരുന്നു. കേൾക്കണം, നന്നായിട്ട് കേൾക്കണം. ഫോട്ടോ എടുത്തിരുന്നപ്പോ ഒന്നും ആലോചിച്ചു. അങ്ങനെ ഉമ്മാനെ സന്തോഷിപ്പിക്കാണ്ടിട്ട് ഞങ്ങൾ ഉമ്മാക്ക് ഒരു മോതിരം വാങ്ങിച്ചു കൊടുത്തു. ആൾ അതിൽ മയങ്ങി തോന്നും. പിന്നെ കുറച്ച് അതിന് ചീറ്റൊന്നും ഉണ്ടായില്ല. ഏതായാലും ഉമ്മാക്ക് വാങ്ങല്ലേ, അങ്ങനെ കൂട്ടത്തിൽ ഞമ്മ കൂടി വാങ്ങാൻ വെച്ചാൽ ഞങ്ങൾ കണ്ടുള്ള ഒരു മോതിരം വാങ്ങി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകണം. ഈ പോക്കണ്ടെങ്കിൽ വിചാരിക്കും കറക്റ്റ് വഴി അറിയും, ആരോടും ചോദിക്കണ്ട എന്നുള്ളത്. പക്ഷെ വണ്ടിയിൽ ഇരിക്കുന്ന ഒറ്റൊന്നിനും വഴി അറിയില്ല കേട്ടോ. അപ്പൊ ചോദിച്ചു പോകാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ ഓപ്പോസിറ്റ് ഒരു വണ്ടിയോ അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ ഒരു വണ്ടിയോ ഒന്നും ഉണ്ടായില്ല. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് വഴി എവിടെയോ തെറ്റിയിട്ടുണ്ടെന്നുള്ളത്. എവിടെ നല്ല തുടക്കത്തിൽ ഞങ്ങൾക്ക് തെറ്റിയിട്ടുണ്ട്. പിന്നെ ആ സ്കൂട്ടിക്കാരുണ്ടായതുകൊണ്ട് കറക്റ്റ് ഞങ്ങൾ വഴി തെറ്റാതെ വീട്ടിലെത്തി. അപ്പൊ ഓക്കെ ബൈ.